എൻ്റെ ഒരു മെൻറ്ററായിരുന്ന എൻ്റെ ബോസ് പറയുമായിരുന്നു, നെവർ റീഡ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്, ബിക്കോസ് ആ ഡേ പോകാൻ അത് മതി എന്ന് പറയും. ഈ പ്രബുദ്ധ കേരളയുടെയും പ്രബുദ്ധ മലയാളത്തിൻ്റെയും നിലവാരം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വാർത്തകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷോക്കിംഗ് ആണ്. ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കാം. നമ്പർ 1, ബസ്സിൽ ലൈംഗിക ആരോപണം നേരിട്ട് ഒരു ആൾ ആത്മഹത്യ ചെയ്തു, ദീപക്. അത് നമ്പർ 1. നമ്പർ 2, ഫേസ് ക്രീം മാറ്റി വെച്ചതിന് മകൾ സ്വന്തം അമ്മയെ കമ്പി കൊണ്ടടിച്ച് എല്ലൊടിച്ചു. അത് നമ്പർ 2. നമ്പർ 3, ഒരു വ്യക്തി 1 വയസ്സ് 1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിൻ്റെ വയറ്റിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ച് രക്തസ്രാവം വരുത്തിച്ച് കൊന്നു. നമ്പർ 4, സ്വന്തം കുഞ്ഞിന് രാത്രി മുലപ്പാൽ കൊടുത്തിട്ട് തൊട്ടടുത്ത കടപ്പുറത്ത് പോയിട്ട് അതിൻ്റെ പാറയിൽ എറിഞ്ഞു കൊന്നു. അതിന് ശിക്ഷ കൊടുത്തു നോക്കും, ഇപ്പോൾ ജീവപര്യന്തം. ഒരു പ്രാവശ്യം എറിഞ്ഞ് കുട്ടി മരിച്ചില്ല എന്ന് കണ്ടപ്പം ആ കുട്ടി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ആ പാർക്കറ്റിലേക്ക് എറിഞ്ഞു. സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ കുറ്റം ചാർത്തി വയ്ക്കാനാണ് അവർ നോക്കിയത്. ഈ വാർത്തകളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം നികൃഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നുന്നു ഈ സമൂഹത്തിൻ്റെ പോക്ക് കണ്ടിട്ട്. കാരണം 1.5 വയസ്സുള്ള ഒരു കുട്ടീനെ സ്വന്തം അച്ഛൻ, ആ കുട്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ പേടിയാണ്. എനിക്കൊക്കെ പേടിയപ്പോഴും. കാര്യം എങ്ങാനും ഒന്ന് കൈ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ വയറ്റിൽ കൈ മുട്ടുകൊണ്ട് ഇടിക്കുക, എവിടെ അതിനെ കൊല്ലുക. കുട്ടീൻ്റെ രാത്രിയുള്ള കരച്ചിൽ കാരണം ഡിസ്റ്റർബൻസ് ആയിത്രേ. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ക്രൈമുകളുടെ തീവ്രത, നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നും നമ്മൾ ലോകത്തിനുള്ള മോഡലാണെന്നും കരുതുമ്പോൾ നമ്മൾ ഏത് റൂട്ടിലൂടെയാണ് ഒരു വിഭാഗം ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ റിയലി ഫീൽ what I call threatened and really feel ashamed to be in this land. Have a nice day.